നമ്മൾ ഇന്ന് ബാംഗ്ലൂർ പോവുകയാണ്. 8:50 അല്ല 7:50 ബസ്. നമ്മൾ ഇവിടെ നിന്ന് ലൈൻ ബസ്സിന് പിടിച്ചിട്ടാണ് പോകാൻ പോകുന്നത്. ഫുള്ളൊരു എന്താ പറയാ അതന്നെ. ഇപ്പൊ നമ്മ രണ്ടുപേരും മാത്രമേ ഉള്ളു. ഇനി അവിടെ നിന്ന് ജീവി ജോയിൻ ചെയ്യും. പിന്നെ മഹേഷ് ചേട്ടനുണ്ട്, ജോയിൻ ചെയ്യും. പിന്നെ റജീഷ് നമുക്ക് ബാംഗ്ലൂർ പോയി പോകാൻ കഴിച്ചു. പിന്നെ റൂമിന്റെ സ്റ്റേ ഒക്കെ എന്താവോ നോക്കാം. പിന്നെ നമ്മൾ ഇപ്പൊ കാക്കനാട് ഇരിക്കുകയാണ്. ഇനി നമ്മ പാലാരിവട്ടം പോണം. പാലാരിവട്ടത്തിൽ നിന്ന് നമ്മൾ അവിടെ ഒരു ബസ് വരും. ബസ്സിൽ കയറിയാണ് നമ്മ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ടിക്കറ്റ് ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്ക് ഒരു 20% എക്സ്ട്രാ പൈസ കിട്ടി. എന്നിട്ട് അങ്ങനെ നേരെ ബസ് ബുക്ക് ചെയ്തു. നഷ്ടം തന്നെ, തുടക്കം മുതൽ നഷ്ടം തന്നെ. ഇനി അവിടെ പോകുമ്പോൾ എത്ര രൂപ കൊണ്ടാവാം? അത് തന്നെ, ബഡ്ജറ്റ് ഒന്നും ഇല്ല നമുക്ക്. ഇനി അവിടെ ചെന്നിട്ട് കാണാം. അതെ അതെ, നമ്മളങ്ങനെ പാലാരിവട്ടം എത്തിയിരിക്കണം. അങ്ങനെ ജീവി എത്തിയിരിക്കണം. ക്രീം ബണ്ണ് കഴിച്ചു നോക്ക്. അവിടെ ബസ് കൊണ്ടാ സ്പൈസി കയറും. നമ്മൾ ബസ് എത്തിക്കുക. ഇനി വൈറ്റിലാണ് ബസ് എന്ന് പറയുന്നത്. ഓക്കെ ബസ് വൈറ്റിൽ തിന്നോണോ? വിളിച്ചു വെച്ചപ്പോ ബസ് വൈറ്റിൽ തിന്നോ. ഇതാണ് പാലാരിവട്ടം ബ്രിഡ്ജ്. അതിന്റെ അടിയിൽ പോകരുത് ഒരിക്കലും. പാലാരിവട്ടം ബ്രിഡ്ജിന്റെ അടിയിൽ ആശ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുവാണ്. അതന്നെ, ആശ ഇല്ലെങ്കിൽ ആശയുടെ പ്രസൻസ് ഉണ്ട്. ഇങ്ങനെ ബസ് കയറണം, ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി അപ്പൊ നമ്മള് ഇങ്ങനെ നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അതന്നെ. അപ്പൊ ബസ് കയറി ചിലപ്പോ ബാംഗ്ലൂർ എത്തിയിട്ട് ഒരു ബസ്സിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. നമ്മളെല്ലാരും കൂടിയിട്ട് ഒരു ലക്ഷറി ബസ്സിൽ ആദ്യമായിട്ടില്ല പോകുന്നത്. ലക്ഷറി ബസ് ആണത്. ഞാൻ നാട്ടിൽ പോകുമ്പോ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. സൂപ്പറാ. ചില ബസ്സിലൊക്കെ റെസ്റ്റ് റൂം ഉണ്ടാവും. റെസ്റ്റ് റൂം ഉണ്ടാ പോയിട്ട് അത് ചെയ്യാൻ പറ്റത്തില്ല, യൂറിനേറ്റ് ചെയ്യാൻ പറ്റും. ആ വരുന്ന സ്മാർട്ട് ലൈനാണ് വണ്ടി. നേപ്പാള് വണ്ടി നമ്മുടെ യാത്രയിലെ അടിയിലായിരിക്കും. അതെ, നേപ്പാൾ വരെ പോകും. നേപ്പാൾ ബസ് പോണോ? നമുക്ക് പോയാലോ? അവിടെ നിർത്തുമോ? കേട്ടോ അവര് നമ്മുടെ കോളം കണ്ടിട്ട് കേട്ടോ. 15-16 വണ്ടിയുടെ നമ്പർ നോക്കി. അതന്നെ ഇതാണ് ബസ് ഗൈസ്. മുകളില് മറ്റേ ഇതുണ്ട്, സ്ലീപ്പർ ഉണ്ട് ഗൈസ്. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈസി ആയിട്ട് ഇവിടെ ചാർജിങ് പോട്ട് ഗൈസ് കത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അപ്പുറം ജീവി കൊള്ളാം. AC ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ പതപ്പുണ്ട്, ഫ്രീ പതപ്പ് ചെയ്യാ. ഇപ്പൊ ഇനിയിപ്പോ എത്ര മണിക്കൂറാ? 10 മണിക്കൂർ. അരമണിക്കൂറിന്റെ അകത്തല്ലേ. അതുകൊണ്ട് പിന്നെ അതിന്റെ ഡേറ്റ് ഒരു 11 മണിക്കൂർ പോകും. അപ്പൊ നാളെ രാവിലെ ഒരു 10 മണിയോട് കൂടി എത്തുന്നുള്ളൊരു നമുക്ക് ഇനി ബാംഗ്ലൂർ മേക്ക് ജായേഗ. ഓക്കെ, അടിക്കട. എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല. രാവിലെ 9 മണിയാകുമ്പോ നമ്മൾ ബാംഗ്ലൂർ എത്തിയിരിക്കുന്നത്. മംഗ്ലൂർ. അവിടെ ചെന്നിട്ട് രതീഷിന്റെ ഫ്ലാറ്റ് മറ്റേ ഇതൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. എന്താണ് ലൊക്കേഷൻ എല്ലാം നമ്മൾ സെറ്റാണ്. വൈബാണ്. കണ്ണാടി എങ്ങനെയുണ്ട്? കൊള്ളാല്ല. എത്ര രൂപയ്ക്ക് വാങ്ങിച്ചത്? എത്ര രൂപ? ഇതിന്റെ കണ്ണാടി 100 rupees. 100 bucks. നമ്മൾ റിച്ച് ആയില്ല. നമുക്ക് ലൈറ്റൊക്കെ ഇങ്ങനെ മിന്നി മിന്നി വേറെ ഒടുക്കത്തെ ലുക്കായിട്ടാ ചെറുക്കുന്നത്. ആണോ? ഈ കണ്ണടയും ഈ ഷർട്ടും വെച്ച് നോക്കുമ്പോ തന്നെ സീനാട്ടോ. ഇവിടെ മകേഷ് ഉണ്ട്. ഓർത്തവൻ ആർക്കോ മെസ്സേജ് അയച്ചോണ്ടിരിക്കാണ്. ഫുൾ ഇൻസ്റ്റാഗ്രാം തപ്പലാണ്. ആരെങ്കിലും കിട്ടോന്ന് തപ്പിക്കൊണ്ടിരിക്കാണ്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചെക്കൻ ഇഷ്ടമായാവുന്ന കമന്റിൽ വന്ന് പറഞ്ഞു വെക്കണം.
manu@gmail.com. No. gmail.com. എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി swag vibes on. Swag vibes on. Swag boys ആ? Swag vibes on. Swag boys ആ? ஒரு இங்கோட்டு கிடைக்கும் ஒரு ஒரு சிங்கிள் பையன் இருக்கு அது வந்து ഒരു ഒരു റൈഡർ தானே ഒരു കാർ ഓടിക്കും அவங்க பேர் என்னன்னு தெரியும் ஒரு கெஸ் பண்ணுங்க கெஸ் வரவே வாங்க உன்னோட மாமியா പാട്ടിട്ട് തരാം എന്ത് പാട്ട് വേണം അങ്ങനെ ഒന്നുമില്ല, ഇവൻ പറഞ്ഞതൊന്നുമില്ല. നമ്മള് വർക്ക് ചെയ്യുവാണ്, വീട്ടിൽ പോവും, ഓഫീസ് വരും, ഫുഡ് കഴിക്കും, കിടന്നിറങ്ങും. ഓക്കെ, നല്ല ബസ് കംഫർട്ടബിൾ ആണ്, ബട്ട് സ്ലീപ്പർ സീറ്റ് ഇല്ല, നമുക്കൊന്ന് പുഷ് ബാക്ക് സീറ്റ് മാത്രം. വേണമെങ്കിൽ അവിടെ കിടക്കാം, ബട്ട് ആരെങ്കിലും വന്ന് അടി ഉണ്ടാക്കും, ഷെയർ ചെയ്ത് കിടക്കേണ്ടി വരും. വേണമെങ്കിൽ കിടക്കാം, പക്ഷെ ഷെയർ ചെയ്ത് കിടക്കേണ്ടി വരും. നമുക്കിവിടെ കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പുറത്ത് നല്ല റെഡ് റോജി എന്ന് പറയാം, നല്ല റെഡ് ബ്യൂട്ടിഫുൾ. എവിടുന്ന് പ്രൊമോഷനിക്കില്ല അല്ല, പ്രൊമോഷൻ ഇല്ലേ? നമ്മൾ ഒരിക്കലും പെയ്ഡ് പ്രൊമോഷൻ ചെയ്യത്തില്ല. നല്ല ചുവച്ച പോയിരിക്കുന്ന ഓക്കെ, ഇനി എത്ര സമയം എടുക്കും ബാംഗ്ലൂർ പോവാൻ? ഒരു മണിക്കൂർ ആയാലും ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും നിർത്തോ അവര്? എന്റെ ഒരു നിഗമനം. ഓക്കെ, അപ്പൊ എന്നാ ഫുഡ് കഴിക്കുമ്പോ നമുക്ക് കാണാം. അതുവരെ സ്നാക്സ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അത് തന്നെ. പക്ഷെ തണുപ്പ് കാണിച്ചാൽ കേസ് പറഞ്ഞു. ഇവിടെ 13 ഡിഗ്രി സെൽഷ്യസ് ആണ്. കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. മുന്നേ വായി കൂടി പുക പോകുന്നത് കൊണ്ടില്ലേ നമ്മൾ ഇല്ല കാണുന്നില്ല. എനിക്ക് കാണുന്നുണ്ടല്ലോ. നിനക്കാണല്ലോ, പക്ഷെ ഇതിൽ കാണുന്നില്ല. അവിടെ പോകും. എവിടെ? അത് നാച്ചുറൽ അല്ലേ? ഗൈസ്, നമ്മളിപ്പോൾ ബൈക്ക് റെന്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് കടയുടെ പേര് കേറിയതിനെ പറ്റി സംഭവം അങ്ങനെയാണല്ലോ. ഇതാണ് ഓട്ടോക്കാരന്മാര് റൂംസിന്റെ അവിടെ കൊണ്ട് എത്തിച്ചേരാന്ന് പറഞ്ഞ ക്യാമറ പോകടിച്ചു. ഗൈസ്, നമ്മള് മടിവാള എത്തി ഗൈസ്. റിജീസിന്റെ അപ്പാർട്ട്മെന്റിലോട്ട്, റിജീസിന്റെ സ്വന്തം അപ്പാർട്ട്മെന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, സ്ഥലമാണ്. നമ്മളിപ്പോ വണ്ടി എടുക്കാനാണ്. വണ്ടി എടുക്കാനാ പോയിക്കൊണ്ടിരിക്കുന്നത്. റിജീസിന്റെ അപ്പാർട്ട്മെന്റ് അല്ല? അല്ല, വണ്ടി എടുത്തിട്ട് അങ്ങോട്ട്. ഓക്കെ, ശരി. എന്നാ ഇത് റിജീസ് താമസിക്കുന്ന സ്ഥലം ഹൈ ലക്സറി സ്ഥലമാണ്. എല്ലാ സെലിബ്രിറ്റീസും താമസിക്കുന്ന സ്ഥലമാണ്. ഒന്ന് ലൊക്കേഷൻ കാണിച്ചു കൊടുക്ക്. കൂടുതലും അവിടെ നിൽക്കുന്നത് മലയാളി. എനിക്ക് സൂപ്പർ ബൈക്ക് വേണം കേട്ടാ, എനിക്ക് സൂപ്പർ ബൈക്ക് വേണം. സൂപ്പർ ബൈക്ക് ഇല്ലാണ്ട് ഞാൻ ഓടിക്കില്ല. എന്നാ ഞാനും ജഗത്തേനും ടീം സ്കൂട്ടർ. നമുക്ക് സൂപ്പർ ബൈക്ക് എടുക്കാം. സൂപ്പർ ബൈക്ക് ഏത് കാണുന്ന? മിനിമം 600cc, മിനിമം 4 സിലിണ്ടർ. 4 സിലിണ്ടർ ഫോട്ടോ എടുക്കാൻ നിൽക്കാം. നമ്മള് റെന്റ് ഷോപ്പ് തപ്പിട്ടൊന്നും കിട്ടുന്നില്ല. ഞാനൊരു 3-4 പേര് വിളിച്ചോണ്ടിരിക്കും. അടുത്ത ആളെ വിളിക്കാൻ പോകുന്നു. ആരും എടുക്കുന്നില്ലേ? സൂപ്പർ ബൈക്ക് ഇല്ലാണ്ട് ഓടിക്കൂലെന്നാ പറയണേ. സൂപ്പർ ബൈക്ക് തപ്പി നോക്കിട്ട് എവിടെയും കിട്ടുന്നില്ല ഗൈസ്. അതുകൊണ്ട് നമ്മള് ഒരു 2 കിലോമീറ്റർ നടക്കേണ്ട ആവശ്യമില്ല. 2 കിലോമീറ്റർ നടന്ന് 2 കിലോമീറ്റർ ചെയ്യാം. നമ്മ ഇപ്പൊ വീട്ടിലേക്ക് കടന്നിട്ടിരിക്കും. അത്ര പെയിൻ ഉണ്ട്.
ഈ ഷൂ ഇട്ടിട്ട് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇതാണ് ഷൂ. എന്റെ ഷൂ റൈഡിങ് ഷൂ ആ അഡിഡാസ് ഷൂ അബിഡാസ് ബാംഗ്ലൂരിന്റെ തെരുവിൽ കൂടി നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരുവിൽ എന്താ ഇന്ത്യൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിയോളജി എവിടെയാണ് ആരെയാ വിളിച്ചേ? സൈക്കോളജി. ഇപ്പൊ ഞങ്ങടാ അയ്യോ വിളിച്ചാളെ ഞാൻ പറഞ്ഞില്ലേ. നമ്പർ നോക്കടാ. നമുക്ക് വണ്ടി റിയൽ ബൈക്ക് കണ്ടൻസ് 2.7 കിലോമീറ്ററാ. തിരിച്ചടക്കേണ്ടി വരും. രജിഷിന്റെ ബൈക്ക് എടുത്ത് പോവാം. ആ ആരെങ്കിലും രണ്ടാൾ പോയിട്ട് 2 ബൈക്ക് എടുത്തിട്ടാണ് 3 ബൈക്ക് മൂന്നെടുക്കണം. രണ്ടാൾക്കാർ ഒരാൾ ബൈക്ക് പോണ്ടേ? ആ രണ്ടുപേര് ട്രിപ്പിൾ അടിച്ചിട്ട് പോണ്ടേ? എന്തിനാണ്? 2 ബൈക്ക് എടുക്കണ്ടേ? ആ ഓ രജിഷിന്റെ ബൈക്ക് തിരിച്ചു അവനക്ക് കൊടുക്കണമില്ല. 3 ബൈക്ക് ആവശ്യം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 2 പേര് പോയിട്ട് 3 ബൈക്ക് എടുത്തിട്ട് ഒന്നങ്ങനെ ചെയ്താലോ? ആ വേണം വിചാരിച്ച രജിഷിനെ വിളിക്കാം. രജിഷിനെ ഫ്ലാറ്റിൽ പോയിട്ട് വിളിക്കണോ അതോ എന്റെ ഫ്രിഡ്ജിനെ കമ്പയർ ചെയ്യടാ. കൊച്ചി ഫ്രിഡ്ജ് ഇവിടുത്തെ ഫ്രിഡ്ജ് ആ കാണിച്ചു തരാം. മറ്റേതെന്തായിരുന്നു? മറ്റേ ഹിമാലയ പർവ്വതമായിരുന്നു. അടിയില് ചൂട്. അടിയിലല്ല മുകളിലല്ലേ പല്ലി? അല്ല താഴെ പല്ലി, മുകളില് പാറ്റ, 2 പാറ്റ. കാണിച്ചു തരാം. ഈ ഫ്രിഡ്ജ് കാണിച്ചു തരാം. കൊഴപ്പില്ല. സീൻ ഒന്നുമില്ല. ക്ലീൻ ആണല്ലോടാ. ഇതാണ് റൂംമേറ്റ്. ഇതല്ലടാ റൂംമേറ്റ്. ഏതാ റൂംമേറ്റ്? അത് വേറൊരു വയനാടുകാരനാണ്. ആണോ? അവർ റൂംമേറ്റ് അല്ല? ആണല്ലേ? ഞാൻ വെച്ചിട്ടായിരിക്കും റൂംമേറ്റ്. വയനാട് പയ്യൻ ജനുവരി കല്യാണം ആയതുകൊണ്ട് ഇപ്പൊ അതിനുള്ള പണിക്ക്. പുള്ളിക്ക് 29 വയസ്സാ. അതിന് കല്യാണം കഴിക്കാൻ പോണ? ഓ ഇങ്ങനെ നടന്നോ? നിനക്ക് നടക്കണം. എനിക്ക് വയസ്സൊന്നും ആയിട്ടില്ല. നിനക്കൊരു കുഞ്ഞിക്കാലൊക്കെ വേണ്ട. ആഗ്രഹം ഉണ്ടെന്നൊക്കെ വീട്ടുകാരോട് വെച്ചാൽ റോട്ടിലേക്ക് നോക്കിയിരുന്നു. മുകളിലേക്ക് പോണ കേസ് പ്രിവെന്റ്. ഓ ലിഫ്റ്റിൽ പോണോ? അപ്പോഴും ബ്ലോക്ക് ആണെന്നൊക്കെ. നമ്മൾ ടോപ്പ് ഫ്ലോറിലേക്ക് പോണ കേസ്. ചെരുപ്പിട്ടില്ലേ? ഈ മോളില് ഞാൻ ഇവിടെ കണ്ടിട്ട് ഇത് ഇംപ്രസ് ആയിട്ട് ആണോ? മുകളിലത്തെ അതെന്താന്ന് നമുക്ക് കാണുമല്ലോ. റിജീസ് എന്തോ കണ്ടിട്ട് ഇംപ്രസ് ആയെന്നാണ് പറയുന്നത്. എനിക്ക് കൂടി ഇംപ്രസ് ആവുന്ന നോക്കാം. ഈ ഷൂണെ കണ്ടിട്ട് പോണം. എന്തത് എന്റെ മോനെ, ഇത് കണ്ടിട്ട് ഞാൻ ഇംപ്രസ് ആയി. നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യാം. ക്ലൗഡ് ഇല്ല. ക്ലൗഡ് കൂടെ എവിടെ സൂര്യാസ്തമിക്കണം? ക്ലൗഡ് അല്ല, നീലന്ന് അങ്ങനെ ഒന്ന് മാറി വരുന്നുണ്ടോ? എടാ ചേച്ചി നമ്മൾ കഴിക്കാൻ പോവാണ് ഗൈസ്. ഏതോ കടയിലേക്ക് കുഴപ്പമില്ല. കുറച്ചുകൂടി പൊക്കം വേണമായിരുന്നു. കണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ?
ഭയങ്കര ഗ്രാൻഡ് ബിരിയാണി ഇവിടുത്തെ ഗ്രീൻ കളർ ബിരിയാണി കഴിച്ചാലോ? ഗ്രീൻ കളർ ബിരിയാണി ദൊണ്ണ ബിരിയാണി അതെന്ത് ബിരിയാണി? ഹൈദരാബാദി മേഘന ഫുഡ് കുഴപ്പമില്ല, ഓവർ റേറ്റഡ് ആണ്. കോപ്പിറൈറ്റ് അല്ല അടിക്കണ്ട, അവന്മാര് കൂടിയ ടീംസാ. മണീസ് ദം ബിരിയാണി പൊളിയാ. അത് ഇവിടെ ഉണ്ടോ? ഇവിടെ എന്ന് വെച്ചാ പപ്പിന്റെ എംപയർ പുള്ളി ഭയങ്കര ഫുഡ് നോളേജ് ഉള്ള പേഴ്സണാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു ആരെങ്കിലും ഫുഡ് ബ്ലോഗ് എടുക്കണമെങ്കിൽ പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ പറയുന്നത്. ജിമ്മനാ ഓന്നിരിക്കെ എന്തോടാ അത് മറ്റേ എന്താണ് സ്വീറ്റ് ഗെയിമിൽ വരണ ആ പോയത് അത് നിക്കണ്ട, ചുരുങ്ങി കെട്ടിക്കൂടുക. ഇല്ലെങ്കിൽ നിന്റെ ആശാനം പോലെ 1 ലക്ഷം രൂപ ചെലവാക്കി. പറടാ, നിനക്ക് പറയാനുള്ളത് പറയടാ. ഇപ്പൊ നിന്റെ മുടി അതിന്റെ കൂടെ വന്ന നീ എന്ത് ചെയ്യടാ? അത് നീ ഈ എണ്ണ എന്ന് പറഞ്ഞൊരു സാധനം അറിയോ നിനക്ക്? അതിങ്ങനെ ലിക്വിഡ് ഫോമിലുണ്ടാവും. അത് തലയിൽ കുറച്ച് തേക്കാ. ആ നിർത്തിയാ നല്ല പ്രാവ് പോലെ ഉണ്ട്. എടാ പ്രാവിന്റെ ചന്തി പോലെ ഉണ്ട്. പെർഫെക്റ്റ്. ഓക്കെ പൊറോട്ട അപ്പൊ സെറ്റ്. ഇതൊരു കിടില സാധനമാണ്. എന്ത് കാനി എന്ത് ഇത്? ഹാന ഇത് കുടിച്ചാൽ അവന്റെ ഐഫോൺ കിട്ടും. എന്നാ കുടി. കുടിക്കുന്നവർക്ക് ഐഫോണോ കാറോ സ്കൂട്ടി എന്തെങ്കിലും. പക്ഷെ ഒറ്റ ഹോസ്പിറ്റലിൽ എങ്ങനെ മാഷ നമ്മളെ ഫുഡ് ഒക്കെ കഴിച്ചു. അപ്പൊ അപ്പം മുട്ടക്കറി, ബറോട്ട ചിക്കൻ കറി, പിന്നെ ചായ, പിന്നെ ഒരു വാട്ട സാധനം. എങ്ങനെ ഞാൻ മുട്ടക്കറിയും അപ്പം മാത്രം കഴിച്ചിട്ടില്ല. ചായ കുടിച്ചു. ചിക്കൻ കറി കഴിച്ചില്ല? ചിക്കൻ അതൊക്കെ നൈസാണ്. വേറെ പറഞ്ഞു വയറിൽ നടന്നിട്ടില്ല. കാരണം ഇന്നലെ രാത്രി തൊട്ട് ഫുഡ് ഇല്ലല്ലോ. ഇന്നലെ രാത്രിത്തെ ഫുഡാണ് ഇപ്പൊ കഴിച്ചത്. വൺ ടൈം ഫുഡ് ഡിലേ ആണ്. കഴിഞ്ഞ ക്രിസ്മസിന് സീക്രട്ട് സാന്റയ്ക്ക് കിട്ടിയതാ. ഈ ക്രിസ്മസിന് ഓപ്പൺ ചെയ്യാ. തിളങ്ങണ്ടത് രണ്ട്. ഇനി ഫ്രണ്ടിലുണ്ടാവില്ല സ്റ്റിക്കർ. എന്തോ ഒരു സ്റ്റിക്കർ You ain't stopping me. Step aside, motherfucker. I said 23, over 9 on spree. You just set me free. VIP, walking easily, but so casually. No PG, nothing mentally, that's a guarantee. Talk to me, numbers never lie. Add it up, that's me.
എങ്ങോട്ടാ പോണേ? മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പയ്യെ പോട്ടോ, പയ്യെ. ബൈക്ക് എടുത്താ തീരുന്നില്ല. നമ്മളിപ്പോൾ മാൾ ഓഫ് ഏഷ്യ പോകണമെന്നാണ് പറയണത്. ഹെൽമെറ്റ് നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്നു. പാവൻ ജഗൻചേട്ടൻ മുകളില് പോയി ഹെൽമെറ്റ് എടുക്കാൻ പോയി. ഹായ്, ഹലോ. അങ്ങനെ നമ്മൾ പാർക്കിംഗ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ പാർക്ക് ചെയ്തിട്ട് അമ്മരെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈബിൾ. ആ, പഞ്ചാബ് കോണ ആ ക്യാപ്പ് കാണിച്ചിടുന്നു. നമ്മൾ ഷവർമ കഴിക്കാൻ പോയി. ഗൈസ്, നമ്മൾ ഷവർമ കഴിക്കാൻ പോകണം. ചൂടില്ല, ആ, ചൂടില്ല, ടേസ്റ്റ് കുറവ്. പെട്ടെന്ന് ചൂട് പോയ അങ്ങനെ ബൈറ്റ് എടുത്തിട്ട് പറ. ഫ്രഷാണ് സംഭവം, ഫ്രഷാണ്. ചൂടില്ല, കൊള്ളൂല്ല, ചൂടില്ല പോലെ. ആ, നിനക്ക് എങ്ങണ്ട് എങ്ങണ്ട് കൊള്ളാം. ഓക്കെ, മനസ്സിലാ പറ. നീ കഴിക്ക, നീ കഴിക്ക. കൊള്ളൂലെന്നായി ഞാൻ എപ്പറും വിളിച്ചു പോയില്ല. ആദ്യമായിട്ട് ഇരിക്കട്ടെ. ഭയങ്കര കൂടുതൽ ഇന്നത്തെ ചിക്കൻ ഉപ്പിട്ട് ഗൈസ്, നമ്മൾ ഫണ്ടൂരയുടെ കാർ എടുത്തിരിക്കുകയാണ്. അത് നമ്മൾ 4 പേര് വരുന്നുണ്ട്. Oh, that's it. 4 runs boundary. No. 2 runs. 6. At over the Regis. He's batting against Kappa. And the bacha. Game is starting now. അവസാനത്തെ 6 ബോൾ ഞാൻ റെക്കോർഡ് ചെയ്യാം ഗൈസ്. 14 ബോൾ ആയിട്ടുണ്ട്. അല്ലെ സ്റ്റോറേജ് തീർന്നു. First ball is by Ravichandran Ashwin. വെൽക്കം കാണിക്കണ്ട് ഗൈസ്. വിക്കറ്റിൽ കൊണ്ടതാണ് എന്റെ മിസ്റ്റേക്ക്. ഞാൻ വിക്കറ്റ് 4 വെച്ച് നിർത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ബോൾ 1 ബോൾ 39 റൺ.
അടിയായി. ഓക്കെ അടിച്ചപ്പത്തേക്ക് അപ്പത്തേക്ക് കയറി അടിച്ച ക്യാമറ പോലും ഓണാക്കിയില്ലേ. 10 കൊടുക്ക് മാറി. പറയൂ നിങ്ങളുടെ റിവ്യൂ. കൊള്ളാം, നല്ല കുറച്ചുകൂടി ഒരു പവർ അടിച്ചാൽ കൊള്ളാന്നുണ്ട്. അടിവയറിന്ന് പവർ വരണ്ടേ? അത്ര മതി, ഇവിടുന്ന് എടുത്തല്ലോ. സ്റ്റാർട്ട് കൊടുറാ. ഓ അതൊരു 600 പണ്ടേക്ക് പോകും. ഇത് പോതും, അത് വേണം. 170 അല്ലേ? 170 ഒരു 70 240 അല്ലേ? ഇതിൽ എത്ര ഉണ്ട്? എനിക്കിത് മതി. ചെയ്തോ 290 അല്ലേ? 240 290. അപ്പോഴും ബാക്കി വരുന്നുണ്ടല്ലോ. എന്തോടാ ഇത്? 50 വെച്ച് വരുന്നു. ഒന്നൊരു കുറ GB 538 second place. ഓക്കെ എന്താ ടിക്കറ്റ് വരണ്ടല്ലോ. രജിസ്റ്റർ അടിക്കാൻ പോണ കേസ്. ഇത് എവിടം വരെ പോകുന്നു? അവിടം വരെ ഉണ്ട് സാധനം. എവിടെ എവിടെ എവിടെ? ഓ ഓ ഓ ഓ ഓ ഓ 22 ആ. 8 നല്ല രീതിയിൽ ടൈം എടുത്തിട്ട് കളിക്ക്. പവർ അടിച്ചോ? ടീം ചെയ്ത് കെട്ടിച്ചോ? ആടി അയ്യോ 12 പവറിലടിക്കാൻ പോലെ. ഇല്ല ട്രൈ ചെയ്ത് നോക്ക്. 16 ഇതാണ് ഗൈസ് ബാംഗ്ലൂരിലെ ലുലു മാൾ. നമ്മൾ ഇതിനകത്തായിരുന്നു ഇത്ര നേരം സ്പെൻഡ് ചെയ്തത്. ഇനി നമ്മ കുറച്ച് പരിപാടികളുണ്ട്. എന്താന്ന് പറയാനുള്ള വെള്ള ചിലപ്പോ നമ്മ രജിസ്റ്ററിന്റെ പ്ലാനിൽ പോയിട്ട് ഒന്ന് ചേഞ്ച് ആയിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങിയിരിക്കും. അപ്പൊ കാണാം. ഇതാണ് ബാംഗ്ലൂർ ലുലു മാൾ. ലുലു മാൾ ലുലു മാൾ ലുലു മാൾ. ഗൈസ് നമ്മളിപ്പോൾ ട്രാഫിക് ബ്ലോക്കിലാണ് ഗൈസ്. എന്താണ് എവിടെ കൂടിയൊക്കെ ഇറങ്ങി കയറി വരികയാണ് ഗൈസ്. ഫുൾ റെഡ് അടിച്ചിറക്കിയാണ്. സൈഡിന് ആപ്പ് ഇവിടെ ഉണ്ട്. എന്നാലും വണ്ടികൾ പോകണമെന്നുണ്ട്. കുഴപ്പമില്ല, കൊച്ചിക്കാരുടെ നമ്മളെടുത്തോ. നമ്മ പോയാണ് ഗൈസ്, പറക്കാണ്. എല്ലാരും ചപ്പലാണ്. നമ്മൾ ബാംഗ്ലൂർ ഇപ്പൊ കുറച്ച് കറങ്ങാൻ പോകും. ഇത് കണ്ടോ? എന്റെയാണ് സേഫ് ആയിട്ട് വേണ്ട കാണിക്കാറുണ്ട്. അത് ബ്ലറാക്കേണ്ടി വരും. நானும் வந்து டெய்லி ஃபோன் பண்ணிருக்கேன்.
ഇതെവിടെ ശരിയാക്കുന്നില്ല. கொடுத்ததுக்கு அப்புறம் சர்வீஸ் எடுத்தவர் வந்து டார்ஜிலிங் போயிட்டாரு. டார்ஜிலிங் மணாலி മണാലിയാ? ഞാൻ കറങ്ങിയിട്ടില്ല, പക്ഷെ എന്റെ ലാപ്ടോപ്പ് லேப்டாப் ஜாலியா போயிட்டு வந்து கூட அவ்வளவுதான். அவரு ஜாலியா போயிட்டு வந்து 1 வீக் கழிச்சு வந்தாரு. அதுக்கப்புறம் திரும்ப போய் கேட்டேன் லேப்டாப் பார்த்து சொல்றேன் ലാപ്ടോപ്പ് വരുന്നതാണ് ലാസ്റ്റ് ഏത് ലാപ്ടോപ്പ്? വെരി ഗുഡ് ഡെൽ G3 கடைசில கிராபிக்ஸ் GPU போச்சு. വെരി ഗുഡ്. എത്ര വലുത്ത ലാപ്പ് അത് மாத்த முடியாது, மாத்தினா வேஸ்ட். ഞാന് കോളേജ് പഠിക്കുമ്പോ മേടിച്ചതാ. കോളേജ് പറയുമ്പോ അതെനിക്കറിയാം. കോളേജ് പറയുമ്പോ 2020 വെച്ചോ, 2019 20 ആ സമയത്ത്. 2018 ശരിയാ. അപ്പൊ എത്ര 7 5 അല്ല 7 നമ്മളിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഗൈസ്. അപ്പോ നമ്മളിപ്പോ ഇനി ചിക്മറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്താണ്? ആ ഇവിടുത്തെ മെയിൻ ചീപ്പസ്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് ഡേ ഇൻ ബാംഗ്ലൂർ. ഞാനും മനു മാത്രമേ ഉള്ളു ഗൈസ്, അവരൊക്കെ ഉറക്കും. 750 രൂപയ്ക്ക് 5 പാന്റ് കിട്ടി. അവർ 800 രൂപ പറഞ്ഞു. ബാർഗൈനിങ് സ്കില്ല് കുറവായതുകൊണ്ട് നമ്മള് 750 വാങ്ങി. ഇനിയും കുറഞ്ഞാലേ. ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡൻ. അപ്പൊ നമ്മള് ചിക്കൻ മാർക്കറ്റിൽ പോയി. പിന്നെ അവരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഏതൊരു ബൊട്ടാണി എന്തോ ബൊട്ടാണിക്കൽ കട. ഞങ്ങൾ എന്തോ ബൊട്ടാണിക്കൽ. അപ്പൊ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് അവരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അവിടെ ലിക്വിഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ. മാർക്കറ്റ് ലിക്വിഡ് വേണം. മാർക്കറ്റിൽ നീ എന്തൊക്കെ വാങ്ങിക്കണം? മാർക്കറ്റ് ഭയങ്കര ചീപ്പ് മാർക്കറ്റാണ്. ഞാനൊരു 5 പാന്റിന് 750 റുപ്പീസ് കൊടുത്തിട്ടാണ് മേടിച്ചത്. കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ ഒരു ഹെഡ്സെറ്റ് മേടിച്ച്, 2 ഹെഡ്സെറ്റ് മേടിച്ച്. ഒന്ന് ഇരിക്കുന്നത് കേട്ടാണ്. പിന്നെ ഹെഡ്സെറ്റ് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്, പക്ഷെ ആർക്കറിയാം, ഇത് തുറന്നു നോക്കിയാലേ അറിയുള്ളൂ. 10th കോപ്പിയാന്നൊക്കെ. 10 കോപ്പി ഒന്നുമില്ല, 10th കോപ്പി. അതെ. ബാംഗ്ലൂരിന് തെരുവിൽ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. ആ മരം നോക്കി കാലേച്ചിട്ട് വയ്യാന്ന്. അവിടെ കുറെ നടന്നു. ഒരു ഹൈദരാബാദ് ബിരിയാണി സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു പേട്ട് ബിരിയാണി കഴിച്ചു. അതെ. ഓ, ആരും ഇവിടുത്തെ ലോക്കൽ കടയിൽ നിന്ന് ഒന്നും കഴിക്കരുത്. സാധാരണ കടയിൽ നിന്നും സ്പെഷ്യൽ ഒന്നും കഴിക്കരുത്. ഒരു കാര്യമില്ല. കേരള പൊറോട്ടയ്ക്ക് 25 രൂപ. അന്ന് കേരള വന്ന് കേരളയിൽ 10 രൂപ ഉള്ളൂ. പിന്നെ എഗ് കറി 8 റുപ്പീസ്. വെരി എക്സ്പെൻസീവ്. അത് OnePlusന്റെ ഹെഡ്സെറ്റ് ആണ്. അവിടെ നിന്ന് മേടിച്ചതാണ്. 1299 രൂപ എന്നൊക്കെ എഴുതിയേക്കുന്നത്. നമ്മള് 400 രൂപയ്ക്ക് മേടിച്ചത്. അതിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ നല്ല പാക്കിംഗ് ഒക്കെ ഉണ്ട്. ചാർജ് ഉണ്ടാവില്ല. അമ്മര് വരാൻ ലേറ്റ് ആകും കഴിച്ചു. അത് കാരണം നമ്മൾ ഇവിടെ വെച്ച് തന്നെ അൺബോക്സ് ചെയ്യുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പൊ തന്നെ മനസ്സിലായി ഇവിടെ OnePlus ഒന്നുമില്ല. മനസ്സിലാവില്ല. അവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ട്. ലൈറ്റ് എത്തുന്നുണ്ട്. അപ്പൊ എന്താ വർക്ക് ചെയ്യും. പിന്നെ നമ്മുടെ ഫോണില് വേറെ കണക്ട് ചെയ്ത് നോക്കട്ടെ. പേർ ബട്ടൺ. പേരെന്താ? OnePlus കാർഡ്. OnePlus കൊറേ OnePlus ഉണ്ട്.
നമ്മൾ ഏതെങ്കിലും ഒക്കെ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാണ്. നോഡ് സി അതൊന്നും അല്ലായിരിക്കും തോന്നുന്നു. ഇതിന്റെ പേരെന്താ? അൺപ്ലസന്റ് പ്രൈം 412 കണക്റ്റാവുന്നില്ല. ഇത് ചെവിയിൽ വെക്കണം. അടുത്ത് കയ്യിലെടുത്തിട്ട് ചോദിക്കും. സത്യത്തിൽ പറഞ്ഞു വൺ പ്ലസിന്റെ പേര് മാറിയിട്ട് എയർപോർട്ട് പ്രൈം 412. എത്ര എയർപോർട്ട് അത് ഇവിടെ തന്നെ ഇതേക്കുന്നത്. ഓ എയർപോർട്ട് പ്രൈം 412. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കണ്ടേ ഗൈസ്. അപ്പൊ പാട്ടിട്ട് നോക്കട്ടെ. അല്ല വേണ്ട, ഒരു പാട്ടൊക്കെ എടുക്കും. മുമ്പത്തില് അഖണ്ഡ ടു പട്ടറ എന്തേലും പാട്ടിട്ടോ കുഴപ്പമില്ല. അഖണ്ഡ തന്നെ വേണമെന്നൊന്നുമില്ല. ഫസ്റ്റത്തെ എപ്പോഴൊരു എക്സ്പ്രഷൻ നോക്കട്ടെ. ഫുള്ളിട്ട് കൊള്ളാവോ? ക്വാളിറ്റി സാധാരണ ഒരു ഹെഡ്സെറ്റ് ANC ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ കാണാനുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ. വേറൊന്നുമില്ല. ഇനി ഫോൺ വിളിക്കുമ്പോ വിളിച്ചാൽ കേൾക്കുന്നു എനിക്ക് തോന്നുന്നില്ല. സൗണ്ട് ക്വാളിറ്റി കിട്ടിയ സ്ഥിതിക്ക് വോയിസിന്റെ പക്ക ക്ലിയർ ആയിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ ചെയ്യാ, ഇതന്നെ പ്ലാസ്റ്റിക് സാധനമാണ്. എന്നാലും സാറില്ലേ കാണാനുള്ള ലുക്ക് നോക്കിയാവുന്ന നല്ലൊരു ഗാഡ്ജറ്റ് ആണ്. ഓക്കെ നമ്മുടെ അടുത്ത സംഭവം, അടുത്ത ഹെഡ്സെറ്റ് തുറക്കാൻ പോയി. ബോട്ട് ഏതാ? JBL പേരെന്താ? 510. ഇത് ജഗത്തേണ്ട ഗാഡ്ജറ്റ്. ഇനി ഇത് വെച്ചിട്ടായിരിക്കും അതെ തുറക്കാൻ പോവുകയാണ്. ഇവിടെ ഓ സാധനം ഉണ്ട് കൈസ്. ക്വാളിറ്റി എങ്ങനെയുണ്ട്? പ്ലാസ്റ്റിക് ആണോ? ഇവിടെ കുറെ സ്വിച്ചുകളുണ്ട്. വയേർഡ് കുത്താൻ തോന്നുന്നു. വയറൊന്നും അങ്ങനെ അതിലുണ്ടാ? സെയിം ഫോൺ കുത്തിക്ക. ലോങ് പ്രസ് ആവുന്നു. ചെവിൽ വെച്ചോ. ആ ലുക്ക് സൈഡ് ലുക്ക്. ഓ ഒരു DJ പബ്ബറോ നല്ലതാണോ? കൊള്ളാം. ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് എത്തിക്കാണ്. നമ്മൾ ആദ്യം ഫസ്റ്റ് മെയിൻ ഗേറ്റിലായിരുന്നു. അപ്പോഴേക്കും നമ്മളവിടെ ഒരു 10-20 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി. നമ്മൾ ചുമ്മാ ഇരുന്ന് വെയിറ്റ് ചെയ്ത് മടുത്തു. എന്നിട്ട് അവര് ഇവിടെ വന്ന് ഉള്ളിൽ കയറി അവരെ കിടച്ചിരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് അവരെ നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ക്യാൻസൽ ചതിച്ചു എന്ന് ഞാൻ പറയാൻ വരികയായിരുന്നു. ചതിച്ചില്ല. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എത്ര പാർക്കോ പെയ്തില്ല. അയാള് തീർന്നു. അവിടെ പാർക്കിങ്ങിനുള്ളതാണ് സെക്യൂരിറ്റി. ഞങ്ങള് പറഞ്ഞു ഫ്രണ്ട്സ് വരാൻ വേണ്ടിട്ട് അവരപ്പുറത്തേക്ക് ഞങ്ങൾ വണ്ടി പറക്കിയിട്ട് അയാൾ പൈസ വെച്ചായിരുന്നു. ഞങ്ങൾ അപ്പുറത്തേക്ക് ഓടി ഇപ്പുറത്തേക്ക് ഇറങ്ങി അപ്പുറത്ത് പുറത്ത് പോയിരുന്നു. പൈസ കൊടുത്തില്ല. അമ്മാരാ ഫ്രണ്ട്സ് അപ്പറേ ഫ്രണ്ട്സ് പെരിയ ലിസ്റ്റ് ഇருக்கு. പെരിയ എനിക്ക് ആ മരം ജീവി ഏത് മരം വേണം? ഒരു പേര് എന്താ പേര്? നിഷ.
ഞാൻ പറയാം ശ്വേത സേത്തുന്ന് ചെല്ലമൊക്കെ ഓടുവാ. എന്റെ മോനെ റൊമാൻറ്റിക് ലുക്ക് ചിരിക്കിങ്ങളാ പറഞ്ഞോ. இப்போ எங்க இருக்கோம்னா நம்ம கார்னர் ஹவுஸ்ல இருக்கோம். எல்லாரும் வந்து டெசர்ட் ஆர்டர் பண்ணிருக்காங்க. நம்ம சாப்பிடுறது இல்ல, அதனால ஆர்டர் பண்ணல. எல்லாரும் அவங்கவங்க டிஷ் ஆர்டர் பண்ணிருக்காங்க. ஓகே அடுத்து என்னென்ன வருதுன்னு பாப்போம். ஓகே எல்லாரும் இருக்கு. പിന്നെ ജീവിതാ വാങ്ങ ஜிவி வந்து அங்க லைன்ல நின்னுட்டு இருக்காரு, வெயிட் பண்ணிட்டு இருக்காரு. எங்களுக்காக கடினமா உழைச்சிட்டு இருக்காரு. ஃபர்ஸ்ட் டைம் இன் தமிழ். ஃபர்ஸ்ட் டைம் இன் தமிழ். அவருக்கு புரியலன்னா இவர்கிட்ட சப்டைட்டில்ஸ் கேட்டுக்கோங்க. சப்டைட்டில்ஸ். This is litchi ice cream with free. அங்க இது அவனுக்கு litchi shake கொடுங்க. Chocolate litchi free. ഇതെന്നത് This ice cream. അത് ദിശാന്താ ഇതെന്തോ Caramello hot pudding. ഭാഷേട്ട ഇതെന്ത് Death by chocolate. இன்னைக்கு ஒரு டெத்திங்க. always experience that. Taste பண்ணி பாரு. Come on. എസൻസ് ആണ് അവിടെ. எசன்ஸ். മിൽക്ക് ഷേക്കില് ஸ்ட்ராபெரி எசன்ஸ் தானே. மில்க் ஷேக்னா அது. Chocolate brownie. ചോക്ലേറ്റ് ബ്രൗണി. കുടിച്ചോ? ஸ்ட்ராபெரி பிடிக்காது. കുടിക്കാതാ? എടാ നിങ്ങള് 4 പേര് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ രണ്ടാളെ ഇതിനെ ഇറക്കി വിട്ടിട്ട് നിങ്ങൾ വണ്ടി കൊടുക്കാൻ പോയിക്കോ. എന്നിട്ട് അപ്പോഴേക്കും പാക്ക് ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾ വന്ന് പാക്ക് ചെയ്തോ. രജീഷിന്റെ പ്ലാനിങ് ആണ് ബ്ലൂ പ്രിന്റ് വരെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാ. അപ്പോൾ ബില്ല് ബൈ ഓൺ. സാവി എന്റെ ബാധ്യതകളുടെ ലിസ്റ്റ് ഇത്രയുള്ള സൂപ്പർമാന്റെ ഭാര്യ വീട്ടിൽ കൂടെ ഇത്രയുള്ള ഇത്രേ ഉള്ളൂ. അല്ല മറ്റു സാധനമൊന്നും ഇല്ലേ? എന്താ ഈ ചെയ്യുന്നത്? ഇല്ലേ? ഇതിനകത്ത് കയറില്ല. അപ്പോൾ പിന്നെ കള നിങ്ങൾ എങ്ങോട്ടോ? ட்ரஃபிள்ஸ். അവിടെ என்ன இருக்கு കഴിക്കാൻ? பர்கர் நல்லா இருக்கும். ബർഗറാ? ബർഗർ എന്ന ബർഗർ? ചിക്കൻ ബർഗർ? சிக்கன் சீஸ் பர்கர் அமெரிக்கன். അമേരിക്കൻ ചീസ് ബർഗർ. ഓ ഇനി അവിടെ വോയേജർ ബൈ. അടുത്ത ആഴ്ച കാണും. എന്തൊരു ബൈ. പക്ഷെ ബ്ലോഗ് ഇവിടെ നിന്നുകൊണ്ട് അവസാനിക്കുന്നില്ല ഗൈസ്. ഞങ്ങളുടെ ജേണി തുടരുകയാണ്. ടാറ്റടാ. ടാറ്റ ടാറ്റ. ഗൈസ് അപ്പോൾ നമ്മൾ കാറി കയറിയാണ് ഗൈസ്. കംഫർട്ടബിൾ ആയിട്ട് ജീവി അല്ല രജീഷ്. ക്യാബ് കിട്ടി ഗൈസ്. നമ്മളിപ്പോ കേസർ ജംഗ്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 കിലോമീറ്റർ ഫ്രം ഹിയർ. വി ക്യാൻ റീച്ച് ബൈ 40. One second. OTP പറയാണ്. 555. എന്താ സീൻ വെച്ചാ ടിക്കറ്റ് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. കൺഫേം ആയി, പക്ഷെ RAC ആണ്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സീറ്റ് കിട്ടുമെന്ന് അറിയില്ല. സീറ്റ് കിട്ടും, കിടക്കാൻ പറ്റും പറയില്ല. അല്ലെങ്കിൽ വരുന്ന ആൾക്കാരായിട്ട് ഒരുമിച്ച് കിടക്കേണ്ടി വരും.
കുഴപ്പമില്ല. ജഗത്തിനും മനുവിനും കുഴപ്പമില്ല. അല്ല, ജഗത്തിനും മനുവിനും കുഴപ്പമില്ല. അവർ അഡ്ജസ്റ്റ് ചെയ്യും, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. നിശ്ചയോ. പിന്നെ രാത്രി ഇങ്ങനെ നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സൗത്താ സൗത്തില്ലേ? ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ. എന്തോ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ എത്തി. ട്രെയിൻ 16:526 കന്യാകുമാരി 8:10 ക്യാബ് ഡ്രോപ്പ് ചെയ്ത് സ്പീഡിൽ വന്നിട്ടുണ്ട്. 1 ഹവറിൽ അറ്റൻഡ് ചെയ്ത സംഭവം നമുക്ക് 30 മിനിറ്റ്സിൽ തന്നെ എത്തി. 6:30 കയറിയതാ, 7 o'clock തന്നെ എത്തി. 10 കിലോമീറ്റർ ബാംഗ്ലൂർ. സൺഡേ സൺഡേയില് പീക്ക് ഹവറില്. ഇനി നമുക്ക് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം നമ്പർ ഐ തിങ്ക് നമുക്ക് ചെക്ക് ചെയ്യാം. പ്ലാറ്റ്ഫോം ഇവിടെ എല്ലായിടത്തും സ്വന്തം സ്വാമിമാരുടെ ചെയ്തില്ല. പക്ഷെ സീറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല. നമുക്ക് 2 സീറ്റില് സീറ്റിംഗിൽ മാത്രം പോകാൻ പറ്റില്ല, കടന്നു പോകാൻ പറ്റില്ല. സ്ലീപ്പറിലാണ് RAC കിട്ടിയത്. ഈസിയെന്നറിയില്ല, എങ്ങനെയൊക്കെ കിടന്നുറങ്ങാം. അതന്നെ നാളെ ലീവാണല്ലോ. നമ്മൾ രാവിലെ അവിടെ എത്തും. അതെ, നല്ല തിരക്കുണ്ട്. 8:10 എടുക്കുക. 1 മണിക്കൂറുണ്ട് നമുക്ക്. 1:10 ട്രെയിൻ എടുക്കുക. എന്ത് വേണമെങ്കിലും ചെയ്യാം. നിർത്തണ്ടല്ലോ, അവിടെ ചേർത്തല്ലേ ആ ഒരു ട്രെയിനും ഫ്ലൈറ്റ് പോയി ഒരുമിച്ച് അവിടെ ഒരു ടേക്ക് ഓഫ് ഉണ്ട്, ഇവിടെ ഒരു ലാൻഡിംഗ് ഉണ്ട്. പിന്നെ നമ്മുടെ ട്രെയിൻ നല്ല വ്യൂ ആയിരുന്നു. പുറത്തുനിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ അടിപൊളി വ്യൂ ആയിരുന്നു. ഇപ്പൊ പോയി ഒമാൻ എയർവേസ് ആണ്. എല്ലാം അറിയാന്നൊക്കെ. आंधी बन के आया हूँ, मेरा